ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്. നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അമിതമായി ചിന്തിച്ചുകൊണ്ട് അത് കാട് കയറുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് അങ്ങ് കാട് കയറും. അതാണ് നമ്മളിലുള്ള എല്ലാവരുടെയും പ്രശ്നം. എന്നാൽ ആവശ്യത്തിന് മാത്രം ചിന്തിക്കുന്നവിടെ പല പ്രശ്നങ്ങളും ഒഴിവായി പോകുന്നത് കാണാം. ഇങ്ങനെ അമിതമായി ചിന്തിക്കുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറച്ച് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഓവർ തിങ്കിങ് നമുക്ക് ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തിരിച്ചറിവ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നമ്മൾക്ക് ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. അതാണ് ഏറ്റവും വലിയൊരു പോയിൻറ്റ്. ഈ ഒരു തിരിച്ചറിവിലൂടെ മാത്രമാണ് നമുക്ക് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും കൂടി കഴിയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണാൻ കാരണം തന്നെ ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ കഴിവിൽ നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് അത് നമുക്ക് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും നമ്മൾക്കുള്ള ഓരോ നെഗറ്റീവ്സും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതെനിക്ക് മാറ്റിയെടുക്കണം. എൻ്റെ മനസ്സിനെ ഞാൻ പീസ്ഫുള്ളാക്കുകയാണ്, അതായത് ശാന്തമാക്കി മാറ്റിയെടുക്കണം. എൻ്റെ മനസ്സിനെ ഞാൻ പീസ്ഫുള്ളാക്കി എടുത്താൽ, ശാന്തമാക്കി മാറ്റിയാൽ പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും എന്നെ ഏൽക്കില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് പോയിൻ്റ്, മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. മറ്റുള്ള ഉപദേശങ്ങൾ കേട്ടും അതുപോലെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടുകൊണ്ടൊന്നും നമ്മുടെ ലൈഫ് മാറാൻ പോകുന്നില്ല. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ മെഡിറ്റേഷൻ്റെ പവർ എന്താണെന്നുള്ളത്. അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ പവർ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. വെറുതെ കുറേ മെഡിറ്റേഷൻ ചെയ്യണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടും നമ്മുടെ ലൈഫിൽ തനിയെ വരാൻ പോകുന്നില്ല. അത് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് സമയം ചെയ്യാം. അതിനുശേഷം ടൈം കൂട്ടി വന്നാൽ മതി. ആദ്യമേ ഒരു 15 മിനിറ്റും 20 മിനിറ്റും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഒരു 5 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ആദ്യം നമ്മൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുള്ളൂ. ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവർക്ക് ഈ പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാൻ സാധിക്കും. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യവും നമുക്കതൊന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു തിരിച്ചറിവ് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പോൾ ഉള്ളത് എന്താണോ നമ്മൾ ആ ഒരു ലൈഫിൽ ജീവിതത്തിൽ നമ്മൾ സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഉണ്ടാവാം. അതെല്ലാം മനസ്സിൽ ഇങ്ങനെ കുന്നുകൂട്ടി വയ്ക്കാതെ അത് നിങ്ങൾ തുറന്ന മനസ്സിൽ അങ്ങ് എഴുതുക. ഒരു പേപ്പറിലേക്ക് അത് മുഴുവനായി എഴുതിയതിന് ശേഷം അതങ്ങ് കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇതോടുകൂടി അവസാനിച്ചു തീർന്നു എന്നെല്ലാം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ആ എഴുതിയ പേപ്പർ നമ്മൾ കത്തിച്ച് കളയാൻ. എത്ര വലിയ വിഷമമായിക്കോട്ടെ, ഏതൊരു പ്രതിസന്ധി ആയിക്കോട്ടെ, ആ ഒരു പ്രശ്നം മറ്റൊരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ അത് അതോടുകൂടി അവസാനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് വേണം എഴുതി കത്തിക്കാൻ. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന അത്രയും വേഗതയിൽ നമുക്കൊരു ബുക്കിലേക്ക് എഴുതുമ്പോൾ ആ ഒരു ചിന്ത കിട്ടില്ല. അത് പതിയെ കുറഞ്ഞു വന്ന് നമ്മുടെ മനസ്സ് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടൊരു ടെക്നിക്കാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് ഒരുവിധം ബാക്കി എല്ലാ പ്രശ്നങ്ങളും മറന്ന്, അതായത് പ്രശ്നങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്ത് പോകാനും അതേപോലെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനും സാധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ.
അതെല്ലാം പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇത്രയും ചിന്തിച്ച് കൂട്ടിയതിൽ ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത്. അതായത് ഈ പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പോഴാണ് നമുക്കത് ബോധ്യം വരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഇത്രയും നേരം ചിന്തിച്ചതൊന്നും ഒന്നല്ല, എന്തിനാണ് വെറുതെ ആ ചിന്തിച്ച് എൻ്റെ ഫുൾ എനർജിയും കളഞ്ഞ് വളരെ ഒരു ബോറായൊരു പരിപാടിയായിരുന്നു എന്നുള്ളത് തോന്നും. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് എഴുതിയതിന് ശേഷം കത്തിച്ച് കളയുന്നതിലൂടെ വളരെ ഫ്രീ മൈൻഡിലേക്ക് മാറാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പലവരുണ്ട്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് ഒരു പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പതിയെ ശ്വാസം അയച്ചു വിടുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മാക്സിമം നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊരു പവർഫുൾ ടെക്നിക്കാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ദേഷ്യം വന്ന് നിൽക്കുന്നൊരു സമയത്ത് ഹൈ പ്രഷറിൽ നിൽക്കുന്ന സമയമായിരിക്കാം, എന്നാൽ കൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് വളരെ ഗുണകരമായി മാറും. അതായത് പൊട്ടിത്തെറിക്കേണ്ട ആ സമയത്ത് നിങ്ങൾ കുറച്ച് റിലാക്സ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നെഗറ്റീവ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും മാറി നിൽക്കുക. അവരുടെ കോണ്ടാക്ട്സ് ഒഴിവാക്കുക. അവരുടെ മെസ്സേജസ് നോക്കാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കി വിടുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അവർ അങ്ങനെ പറഞ്ഞു, ഇവർ ഇങ്ങനെ പറഞ്ഞു, നമ്മളുടെ അടുത്ത് മറ്റുള്ള ഒരാളിനെ കുറിച്ച് കുറ്റം പറയുകയും അത് കഴിഞ്ഞ് നമ്മളെ മറ്റൊരാളുടെ അടുത്ത് കുറ്റം പറയുകയും ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയേഴ്സാണ് സാധാരണയായിട്ട് നടന്നു വരുന്നത്. നമ്മളതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാക്സിമം ചിന്തകളും നല്ലതിലേക്ക് മാറും. അതായത് നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കാനും സാധിക്കും. ഓവർ തിങ്കിങ്, അതായത് ഇപ്പോൾ എന്നെക്കുറിച്ച് എന്താണ് അവർ പറഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ എന്നുള്ളൊരു ചിന്തകൾ നമുക്ക് ഒഴിവായി കിട്ടും. മറ്റുള്ളവരെന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളുടെ പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് ശ്രമിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾക്ക് എന്താണുള്ളത്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് നന്ദി. അതായത് നമ്മൾ എന്താണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അതിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുക. ഓരോ നിമിഷത്തിലും നമുക്ക് ഓരോ സമയത്തിനും ഓരോ സെക്കൻഡിനും ഓരോ മിനിറ്റിനും നമുക്ക് നന്ദി പറയാം. നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഡെയിലി നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് ബ്ലെസ്സിങ്സ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കും. നമ്മളുടെ ഹാപ്പി ലൈഫ്, നമ്മുടെ ഓവർ തിങ്കിങ് പ്രശ്നം അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് തന്നെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല സന്തോഷകരമായൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുക. അതിനിടയ്ക്ക് കയറി വരുന്ന ഈ നെഗറ്റീവ് ചിന്തകളും നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. അത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ മാറുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ ടിപ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്തതിന് ശേഷം അതിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക.